എങ്ങനെയാണ് നല്ല മിഡ് ക്യാപ് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുന്നത്? പല മിഡ് ക്യാപ് സ്റ്റോക്കുകൾക്കും നിങ്ങൾക്ക് വളരെ അവിശ്വസനീയമായിട്ടുള്ള ഗ്രോത്ത് തരാൻ കഴിയും. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്കൊരു സ്മാർട്ട് അപ്രോച്ച് അത്യന്താപേക്ഷിതമാണ്. വെറും ട്രെൻഡ് മാത്രം ഫോളോ ചെയ്യുകയല്ല, സ്ട്രോങ് ഫണ്ടമെന്റൽസ് വേണം. അതുപോലെ നിങ്ങളുടെ റിസ്ക് മാനേജ് ചെയ്യാൻ ക്ലിയർ ആയിട്ടുള്ള ടെക്നിക്കൽ പിക്ചർ വേണം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 5 സ്റ്റോക്കുകളും ഈ ഒരു ബാലൻസ് മനസ്സിൽ വെച്ച് സെലക്ട് ചെയ്ത സ്റ്റോക്കുകളാണ്. കണ്ണടച്ച് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ മാർക്കറ്റ് അല്ല. സെലക്റ്റീവ് ആവുന്നവർക്ക് മാത്രം റിവാർഡ് നൽകുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാർക്കറ്റാണ്. മാർക്കറ്റിന്റെ ട്രെൻഡിനൊപ്പം പോവുക എന്നതിലുപരി അടുത്ത വലിയ മുന്നേറ്റത്തിന് ശക്തമായിട്ടുള്ള ബേസ് ഉണ്ടാക്കിയ കമ്പനികളെ കണ്ടെത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുന്നു. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തരം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. മിക്ക ഇൻവെസ്റ്റേഴ്സും ഡെയിലി വരുന്ന ന്യൂസിനും വലിയ ലാർജ് ക്യാപ് സ്റ്റോക്സിനും പുറകെ പോകുമ്പോൾ തൊട്ട് താഴെ, അതായത് മിഡ് ക്യാപ് സ്പേസിൽ ചില അടിപൊളി മൂവ്മെന്റുകൾ നടക്കുന്നുണ്ട്. നമ്മൾ വെറുതെ ഏതെങ്കിലും ഒരു സാധാരണ സ്റ്റോക്കുകളെ കുറിച്ചല്ല സംസാരിക്കുന്നത്. നല്ല ഫണ്ടമെന്റൽസും ടെക്നിക്കലി ഒരു ബ്രേക്ക് ഔട്ടിന് ചാൻസുമുള്ള 5 സ്പെഷ്യൽ കമ്പനികളെയാണ് ഞാൻ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഓരോ സ്റ്റോക്കിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവയുടെ നമ്പേഴ്സ് ഇത്ര സ്ട്രോങ് ആയിരിക്കുന്നത് എന്ന് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നൽകുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ചാർട്ടുകൾ എന്താണ് നമ്മളോട് പറയുന്നത്, എല്ലാം ഒരേ തൂക്കത്തിലും അളവിലും കണക്കാക്കി മനസ്സിലാക്കി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അനലൈസ് ചെയ്തിരുന്നു. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങൾക്ക് നല്ല ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്ന വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ഡിഫൻസീവ് സെക്ടറിലെ ഒരു വമ്പൻ പ്ലെയറെ വെച്ച് തന്നെ തുടങ്ങാം. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് അഥവാ MDL. ഇന്ത്യയുടെ ടോപ്പ് ഷിപ്പ് യാർഡുകളിൽ ഒന്നാണ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസുമായിട്ട് നേരിട്ടാണ് ഇവരുടെ പ്രവർത്തനം. ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള യുദ്ധ കപ്പലുകളും സബ്മറൈനുകളും ഒക്കെ നിർമ്മിക്കുന്നതിൽ ഇവർക്ക് കീ റോള് തന്നെയുണ്ട്. ആത്മനിർഭർ ഭാരത് പദ്ധതിയിലും നമ്മുടെ നേവി മോഡർണൈസ് ചെയ്യുന്നതിലും ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് MDL വലിയൊരു സ്ട്രാറ്റജിക് എക്സ്പാൻഷന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. നമുക്ക് നമ്പേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് നല്ല പ്രോഫിറ്റ് ഗ്രോത്തും കാണിച്ചിട്ടുണ്ട്. 2026 മെയ് മാസത്തിലെ ഒരു ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ 6 അഡ്വാൻസ്ഡ് സ്റ്റെൽത്ത് സബ്മറൈൻ ഉണ്ടാക്കാൻ ഫിനാൻസ് മിനിസ്ട്രി കമ്പനിക്ക് ഒരു ക്രിട്ടിക്കൽ അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 70,000 കോടി രൂപയുടെ ഒരു ഡീലാണ്. 2026 മാർച്ചിലെ കണക്കനുസരിച്ച് ഏതാണ്ട് 2,535 കോടി രൂപയായിരുന്നു ഓർഡർ ബുക്ക്. ഈ വരുന്ന വർഷങ്ങളിൽ സ്ട്രോങ് റവന്യൂ ഉറപ്പു തരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ലാസ്റ്റ് ക്വാർട്ടറിൽ കമ്പനി 464 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷത്തേക്കാൾ ഏകദേശം 42% ഗ്രോത്ത് കമ്പനി ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കമ്പനിയെ ഇങ്ങനെ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് എന്ന് കൂടി നമ്മൾ നോക്കണം. സ്റ്റോക്ക് ഒരു വലിയ റാലി നടത്തി 3,500 രൂപയ്ക്ക് മുകളിലുള്ള 52 വീക്ക് ഹൈ ടച്ച് ചെയ്ത ശേഷം കറക്ഷൻ ഫേസിലേക്ക് വന്നു. ജൂൺ ആദ്യവാരം പ്രൈസ് ഏകദേശം 2,400-2,500 രൂപ റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. വലിയ റാലിക്ക് ശേഷമുള്ള ഈ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മളെ പോലുള്ള ഇൻവെസ്റ്റേഴ്സ് താല്പര്യമുള്ള ഏരിയ ആയിട്ട് കണക്കാക്കേണ്ടതുണ്ട്. ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ ഏകദേശം 2,057 രൂപ എന്ന 52 വീക്ക് ലോ ആണ്. ഇപ്പോഴത്തെ ഈ ഒരു കൺസോൾട്ടേഷന് മുകളിലുള്ള ഒരു ബ്രേക്ക് ഔട്ട് ബയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു ഇൻട്രസ്റ്റ് വരുന്നതിന്റെ സൂചനയായിട്ട് വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം, കമ്പനി ഗവൺമെന്റ് കോൺട്രാക്ടുകളെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും പോളിസി മാറ്റങ്ങളോ അല്ലെങ്കിൽ ഓർഡറുകളിൽ വരുന്ന ഡിലേയോ ഒക്കെ സ്റ്റോക്കിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സിറ്റ് സ്ട്രാറ്റജി വെച്ച് നിങ്ങളുടെ റിസ്ക് മാനേജ് ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പൊ ടെക്നിക്കലിയും ഈ സ്റ്റോക്ക് നല്ലൊരു അവസരം നമുക്ക് തരുന്നുണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്റ്റോക്കിന്റെ ഒരു ചാർട്ട്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ ഈ ഒരു മൂവിംഗ് ആവറേജസ് ഒക്കെ നിങ്ങൾക്ക് റെഫറൻസ് വേണ്ടി നോക്കി പോകാം. അപ്പോ അടുത്ത നമ്മുടെ രണ്ടാമത്തെ കമ്പനിയായിട്ടുള്ള ത്രിവേണി ടർബൈനിലേക്ക് വരാം. ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയൽ കാപെക്സ് സെക്ടറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അടിപൊളി വഴിയാണിത്. 100 മെഗാവാട്ട് വരെയുള്ള ഇൻഡസ്ട്രിയൽ സ്റ്റീം ടർബൈനുകളുടെ കാര്യത്തിൽ ത്രിവേണി ഇന്ത്യയിലെ ഒരു മാർക്കറ്റ് ലീഡറാണ്. സ്വന്തമായിട്ട് പവർ ആവശ്യമുള്ള എല്ലാ ഇൻഡസ്ട്രികളെ കുറിച്ചും ആലോചിക്കുമ്പോൾ ഷുഗർ, കെമിക്കൽ, സ്റ്റീൽ അങ്ങനെ പലതും ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് സെക്ടർ വളരുന്നതിനനുസരിച്ച് ത്രിവേണിയുടെ പ്രോഡക്റ്റുകൾക്കുള്ള ഡിമാൻഡ് കൂട്ടുന്ന ഒന്നാണ്. അപ്പൊ ഫണ്ടമെന്റലി കമ്പനി വളരെ സ്ട്രോങ് ആണ്. അടുത്ത കാലത്തായിട്ട് നല്ല റവന്യൂ ഗ്രോത്തും സ്ട്രോങ് റിട്ടേൺ ഓൺ ഇക്വിറ്റിയും ഒക്കെ കാണിച്ചിട്ടുണ്ട്. 2026 ഫിനാൻഷ്യൽ ഇയറിലെ ആ ഒരു ഫുൾ ഇയർ നെറ്റ് പ്രോഫിറ്റ് ഒരു സ്പെഷ്യൽ ചാർജ് കാരണം ചെറിയൊരു ഇടിവ് വന്നെങ്കിലും വർഷാന്ത്യത്തിലെ റവന്യൂ റെക്കോർഡ്, കമ്പനിയുടെ ഓർഡർ ബുക്ക് 20 ബില്യൺ രൂപയ്ക്ക് മുകളിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വരികയാണ്. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു സ്റ്റോക്ക് പറഞ്ഞു വെക്കുന്നത് എന്ന് നോക്കാം. നല്ല രീതിയിൽ വെത്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 787 രൂപ എന്ന 52 വീക്ക് ഹൈയിൽ എത്തിയതിനു ശേഷം കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ജൂൺ ആദ്യവാരത്തിൽ 600കളുടെ ഹൈ ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു സ്ട്രോങ് റാലിക്ക് ശേഷമുള്ള കൂൾ ഓഫ് ഒരു നല്ല സൈൻ ആയിട്ട് കരുതാം. നമുക്കൊരു നല്ല എൻട്രി പോയിന്റുകളൊക്കെ ഈ ഒരു ഏരിയയിൽ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെയുള്ള ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും കൺസോൾട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്.
സ്റ്റോക്ക് നല്ലൊരു ബേസ് ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഇപ്പോഴത്തെ ലെവൽ ഹോൾഡ് ചെയ്ത് മുകളിലേക്ക് പോകാൻ പറ്റുമോ എന്ന് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. 700 രൂപ മാർക്ക് വീണ്ടും ക്രോസ് ചെയ്ത് സ്ട്രെങ്തിന്റെ ആദ്യത്തെ സൂചനകൾ നമുക്ക് നൽകിയാൽ നല്ലൊരു സാധ്യത അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. പലരും കുറച്ച് കൂടിയ വാല്യുവേഷൻ ആയിട്ട് കമ്പനിയെ കാണുന്നുണ്ട്. നല്ല ട്രാക്ക് റെക്കോർഡുള്ള മാർക്കറ്റ് ലീഡറുടെ കാര്യത്തിൽ ഇത് സാധാരണയായിട്ട് മാത്രം നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ റിസ്ക് ഇൻഡസ്ട്രിയൽ എക്സ്പാൻഷനിൽ വരുന്ന ഏതെങ്കിലും ഒരു സ്ലോ ഡൗൺ ആണ്. അല്ലെങ്കിൽ അതുപോലെ തന്നെ കമ്പനികൾ പുതിയ പ്രോജക്ടുകളുടെ സ്പീഡ് കുറച്ചാൽ അത് ത്രിവേണിയുടെ ഓർഡർ ഫ്ലോയെ കൃത്യമായിട്ട് ബാധിച്ചേക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു സപ്പോർട്ട് ലെവലുകളിൽ നല്ലൊരു കണ്ണുണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പൊ ഇനി നമുക്ക് ആ ഒരു മൂന്നാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. ഏറ്റവും വലിയ ഒരു ഗ്രോത്ത് സ്റ്റോറി ആയിട്ടുള്ള ഏവിയേഷൻ ബൂമിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള വഴിയാണ്. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് GMR എയർപോർട്ട്സ് ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചാണ്. ദില്ലി, ഹൈദരാബാദ് പോലെയുള്ള രാജ്യത്തെ മെയിൻ എയർപോർട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് GMR ആണ്. 2026 ഫിനാൻഷ്യൽ ഇയറിൽ GMR ഓപ്പറേറ്റ് ചെയ്യുന്ന എയർപോർട്ടുകൾ 121.6 മില്യൺ പാസഞ്ചേഴ്സിനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. GMRൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ഇൻക്രീസ് ആവുന്ന ട്രാഫിക്കിലും ഗ്ലോബൽ ഏവിയേഷൻ മാർക്കറ്റിൽ ഇന്ത്യയുടെ വളരുന്ന പൊസിഷനിലുമുള്ള ഒരു നല്ലൊരു എൻട്രി തന്നെയായിരിക്കും. ഇവിടെയുള്ള ഒരു വലിയ ന്യൂസ് ഫിനാൻഷ്യൽ ടേൺ അറൌണ്ട് ആണ്. 10 വർഷത്തിൽ കൂടുതലുള്ള ലോസിന് ശേഷം GMR എയർപോർട്ട്സ് 2026 ഫിനാൻഷ്യൽ ഇയറിൽ അവരുടെ ആദ്യത്തെ ഫുൾ ഇയർ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 472 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആണ് അവർ റിപ്പോർട്ട് ചെയ്തത്. ഈ വർഷത്തെ റവന്യൂ ഏതാണ്ട് 40% കൂടി 15,000 കോടിക്ക് മുകളിൽ എത്തിയിട്ടുണ്ട്. പാസഞ്ചർ ട്രാഫിക്കിലെ കുതിപ്പും കൂടിയ വരുമാനവും കാരണം പ്രോഫിറ്റിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ഒരു മേജർ ട്രിഗർ ആയിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. നമുക്ക് ടെക്നിക്കൽസ് നോക്കാം. സ്റ്റോക്ക് ഇപ്പോൾ അതിന്റെ 200 ഡേ മൂവിംഗ് ആവറേജ് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. ലോങ് ടൈം ട്രെൻഡിന് പൊതുവെ ഒരു നല്ല സൈനാണ്. ഏകദേശം 110 രൂപ എന്ന ഒരു 52 വീക്ക് ഹൈയിൽ എത്തിയ ശേഷം സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. ജൂൺ ആദ്യവാരത്തിൽ 100-നടുത്താണ് ട്രേഡ് ചെയ്തിരുന്നത്. ലോങ് ടേം സപ്പോർട്ട് ലെവലുകളിലേക്കുള്ള ഒരു ഡിപ്പുകളിൽ ഒരു എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ്. 102, 103 രൂപ റേഞ്ചിലുള്ള ഒരു റീസെന്റ് റെസിസ്റ്റൻസ് സോണിന് മുകളിലുള്ള ഒരു ബ്രേക്ക്ഔട്ട് ഒരു അപ് ട്രെൻഡ് വീണ്ടും തുടങ്ങാൻ റെഡിയാണ് എന്ന് നമുക്കൊരു സാധ്യത കാണിച്ചു തരും. GMRന്റെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ അതിന്റെ ആ കടബാധ്യതകൾ തന്നെയാണ്. പ്രോഫിറ്റബിലിറ്റി ഒരു വലിയ സ്റ്റെപ്പ് ആണെങ്കിലും കമ്പനിക്ക് ഇപ്പോഴും നല്ല കടമുണ്ട്. കൂടാതെ ബിസിനസ് എക്കണോമിയുടെ ഹെൽത്തുമായിട്ട് ട്രാവൽ ഡിമാൻഡുമായിട്ടും ഡയറക്റ്റ് കണക്ട് ആയിട്ട് ലിങ്ക്ഡ് ആണ്. ഈ ഒരു കമ്പനികളെ പറ്റിയൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വരികയാണ്. അതിനൊക്കെ ഒരു കാര്യം, ഈ അനാലിസിസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ എല്ലാ മാസവും എല്ലാ ആഴ്ചയും ഇതുപോലെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾക്കായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം. തീർച്ചയായിട്ടും ചാനലിൽ ഒരു ഹൈപ്പ് തന്നെയായിരിക്കും. ഈ വീഡിയോസ് നിങ്ങൾക്ക് മിസ് ആവുകയില്ല. നമുക്കിനി നമ്മുടെ നാലാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. കുറച്ച് യുണീക്കാണ്. നിങ്ങൾ ഒരു കമ്പനിയിൽ മാത്രമല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ മുഴുവൻ മാർക്കറ്റ് സിസ്റ്റത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഏഷ്യയിലെ ഏറ്റവും പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ടുള്ള BSE ലിമിറ്റഡ് ആണ്. BSEയുടെ ബിസിനസ് വളരെ സിമ്പിൾ ആണ്. ട്രാൻസാക്ഷൻ ഫീസ്, കമ്പനി ലിസ്റ്റിംഗ് ഫീസ്, പിന്നെ അതിന്റെ പോപ്പുലർ മ്യൂച്വൽ ഫണ്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള BSE സ്റ്റാർ MF എന്നിവയിൽ നിന്നാണ് ഇവർക്ക് പണം കിട്ടുന്നത്. കൂടുതൽ ഇന്ത്യക്കാർ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ BSEക്ക് അതിന്റെ ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഫണ്ടമെന്റൽസ് വളരെ ഇംപ്രസീവ് ആണ്. ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. റീസെന്റ് ഫിനാൻഷ്യൽ പെർഫോമൻസ് വളരെ സ്ട്രോങ് ആണ്. റെസിസ്റ്റീവ് സെഗ്മെന്റ് ക്ലിക്ക് ആയതുകൊണ്ട് തന്നെ റവന്യൂവിലും പ്രോഫിറ്റിലും ഒക്കെ നല്ല ഗ്രോത്ത് വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് BSEയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിന് ഒരു എക്സ്ട്രാ ഓർഡിനറി റാലി ഉണ്ടായിരുന്നു. ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 4,400 രൂപ വരെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം സ്റ്റോക്ക് നല്ല കറക്ഷൻ കൊടുക്കുകയുണ്ടായി. ജൂൺ ആദ്യ വാരത്തിൽ 4,000 ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് ഒരു നല്ല സാധ്യത നൽകുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഒരു സാധ്യത കണ്ടെത്തുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഈ ഒരു കറക്ഷൻ തന്നെയാണ്. ഒരു നല്ല ബിസിനസ് വാങ്ങുന്നത് ഒരു വലിയ കാര്യമാണ്. എന്നാൽ അത് കുറച്ചുകൂടി റീസണബിൾ ആയിട്ടുള്ള ഒരു വാല്യുവേഷനിൽ അല്ലെങ്കിൽ ഒരു വിലയിൽ ലഭിക്കുന്നത് അതിലും വലിയ കാര്യമാണ്. സ്റ്റോക്ക് ഇപ്പോൾ കൺസോൾട്ടേഷൻ ഫേസിലാണ്. 4,100 രൂപ മാർക്കിന് മുകളിലേക്കുള്ള മൊമെന്റം തിരികെ വരുന്നു എന്നതിന്റെ ആദ്യത്തെ ഒരു സൈൻ നമുക്ക് തരികയും ചെയ്യും. ആ ഒരു മെയിൻ റിസ്ക് അതിന്റെ ഒരു വലിയ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള NSEയിൽ നിന്നുള്ള കോമ്പറ്റീഷനും പിന്നെ സെബിയിൽ നിന്നുള്ള ഏതെങ്കിലും റെഗുലേറ്ററി മാറ്റങ്ങളും ഒക്കെയാണ്. ഇനി നമുക്ക് അവസാനമായിട്ട് നമുക്ക് അഞ്ചാമത്തെ സ്റ്റോക്ക് പബ്ലിക് സെക്ടർ ബാങ്കിംഗ് PSU സ്പേസിൽ നിന്നാണ്. ഒരു വലിയ തിരിച്ചുവരവിന് സാക്ഷ്യം വഹിച്ചതാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. വർഷങ്ങളോളം പല PSU ബാങ്കുകളും പിന്നോട്ടായിരുന്നു. എന്നാൽ വലിയൊരു ക്ലീനപ്പിന് ശേഷം അവയിൽ ചിലത് ഇപ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര അതിന്റെ ഇംപ്രസീവ് ടേൺ അറൌണ്ട് കാരണം ശരിക്കും വേറിട്ട് നൽകുന്ന ഒരു സാധ്യത തന്നെയാണ്. നമുക്ക് ഫണ്ടമെന്റൽസ് നോക്കാം. ബാങ്കിന്റെ നമ്പേഴ്സ് ഒരുപാട് മെച്ചപ്പെട്ടു. ഗ്രോസ്, നെറ്റ് NPA സ്റ്റഡി ആയിട്ട് കുറഞ്ഞു എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. സെക്ടറിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിലയിലാണ് ബാങ്ക് ഉള്ളത്. 2026 മാർച്ചിലെ കണക്കനുസരിച്ച് NPA 0.13% ആണ്. ബാങ്ക് സ്ട്രോങ് പ്രോഫിറ്റ് ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇയറിലെ നെറ്റ് പ്രോഫിറ്റ് 27% വർദ്ധിച്ച് 7,000 കോടിക്ക് മുകളിൽ എത്തിയിട്ടുണ്ട്. നല്ല സ്പീഡിൽ ലോൺ കൊടുക്കുന്ന കാര്യത്തിലും ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇത്രയും സ്ട്രോങ് പെർഫോമൻസ് ഉണ്ടായിട്ടും പല പ്രൈവറ്റ് ബാങ്കുകളെ വെച്ച് നോക്കുമ്പോൾ ഇത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ടെക്നിക്കലി സ്റ്റോക്ക് നല്ല മൊമെന്റം കാണിക്കുന്നുണ്ട്. ഏകദേശം 86 രൂപ എന്ന ഒരു 52 വീക്ക് ഹൈക്ക് അടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. നല്ല റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്ന സ്റ്റോക്കുകൾ പലപ്പോഴും ഔട്ട് പെർഫോം ചെയ്യുന്നത് തുടരാറുമുണ്ട്. അപ്പോൾ വളരെ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഫണ്ടമെന്റൽസിന്റെ ബാക്കപ്പ് ഉള്ള ഒരു സ്റ്റോക്ക്, നല്ലൊരു സ്ട്രോങ് മൊമെന്റം തന്നെയാണ് സ്റ്റോക്കിനുള്ളത് എന്ന് കൂടി പറയേണ്ടതുണ്ട്. ജൂൺ ആദ്യവാരത്തിൽ ഒരു സ്ട്രോങ് റാലിക്ക് ശേഷം സ്റ്റോക്ക് 70കളുടെ ഹൈ ലെവലിലാണ്
സോണിലാണ് ട്രേഡ് ചെയ്യുന്നത്. സപ്പോർട്ടിനായിട്ട് ശ്രദ്ധിക്കേണ്ട നല്ല ഏരിയ 74-75 സോണുകളിലുള്ള ആ ഒരു ഡിപ്പുകളാണ്. അതിന്റെ 50-day മൂവിംഗ് ആവറേജിനടുത്താണ് നമുക്ക് ആ ഒരു സാധ്യതകൾ ഉള്ളത്. റീസെന്റ് ഹൈക്ക് മുകളിലുള്ള ഒരു ബ്രേക്ക്ഔട്ട് റാലിയുടെ ഒരു കണ്ടിന്യൂവേഷൻ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ എന്തൊക്കെയാണ് റിസ്കുകൾ? അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. PSU ബാങ്കുകൾ എക്കണോമിയുമായിട്ട് ഡയറക്ട് ലിങ്ക്ഡ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് സൈക്കിൾസിനോടും ഒരു സെൻസിറ്റീവ് ആണ്. ബാങ്കിങ് സെക്ടറിനോ അല്ലെങ്കിൽ ബ്രോഡർ എക്കണോമിക്കോ വരുന്ന ഏതെങ്കിലും നെഗറ്റീവ് ന്യൂസ് ഒരു കറക്ഷൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ PSU സ്റ്റോക്കിനെ കുറിച്ചുള്ള നമ്മുടെ സാധ്യതകൾ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ച് കൂടി പറയാനുണ്ട്. റിസ്ക് മാനേജ്മെന്റ് ഒരു ബൈ റെക്കമെൻഡേഷൻ ആയിട്ട് നിങ്ങൾ കാണരുത്. നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ചേർക്കാനുള്ള നല്ല സ്റ്റോക്കുകളായിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്കാക്കാം. തീർച്ചയായിട്ടും ആ സ്റ്റോക്കുകളിലൂടെയുള്ള കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തുറന്നു തരും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഓരോ ട്രേഡിനും നിങ്ങളുടെ എക്സിറ്റ് പോയിന്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിന്റെ ലോങ് ടേം മൂവിംഗ് ആവറേജോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്താൽ നിങ്ങളുടെ പൊസിഷൻ റീവാലുവേറ്റ് ചെയ്യുക എന്ന ഒരു സിമ്പിൾ റൂള് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനി നമുക്കൊരു പെട്ടെന്നൊരു സമ്മറി പറയാം. ശ്രദ്ധിക്കേണ്ട 5 മിഡ് ക്യാപ്പുകൾ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ആണ്. അതുപോലെ തന്നെ ത്രിവേണി ടർബൈൻ, GMR എയർപോർട്സ്, BSE ലിമിറ്റഡ്, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് ഓഫ് സ്റ്റോക്കുകളിൽ ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് സാധ്യതകൾ കാണുന്നത്, അല്ലെങ്കിൽ ഇതേ ഫീൽഡിലുള്ള മറ്റേതെങ്കിലും സ്റ്റോക്കുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലുണ്ടോ? തീർച്ചയായിട്ടും കമന്റുകളായിട്ട് അറിയിക്കുക. കൂടുതൽ ഡീറ്റെയിൽ അനാലിസിസുകളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.